ഒരാളുടെ ജനന സമയത്ത് സപ്തഗ്രഹങ്ങൾ രാഹുവിന്റെയും കേതുവിന്റെയും ഉള്ളിലായി വരുന്ന അവസ്ഥയാണ് ജ്യോതിഷപ്രകാരം കാളസർപ്പയോഗം. അതായത് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 7 ഗ്രഹങ്ങൾ ഗ്രഹനിലയിൽ രാഹുവിനും കേതുവിനും ഇടയിൽ അർദ്ധവൃത്തത്തിനുള്ളിൽ, അതായത് 180 ഡിഗ്രിയിൽ അകപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് കാളസർപ്പയോഗം അല്ലെങ്കിൽ കാളസർപ്പദോഷം എന്നറിയപ്പെടുന്നത്. ഗ്രഹങ്ങളുടെ സംഘടനയാണ് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാളസർപ്പയോഗത്തിന് സർപ്പദോഷവുമായി യാതൊരു ബന്ധവുമില്ല. അനിഷ്ടയോഗങ്ങളിൽ ഒന്നായാണ് കാളസർപ്പയോഗം അറിയപ്പെടുന്നത്. ജ്യോതിഷപ്രകാരം ഇത് പാരമ്പര്യമായി വരുന്ന ദോഷം തന്നെയാണ്. ഒരാളുടെ എല്ലാ മക്കൾക്കും ഈ ദോഷം വരണമെന്നില്ല. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കെങ്കിലും ഈ ദോഷം വരാം. വലിയ നിലയിൽ ജീവിതം എത്തുന്നതിന് ഈ യോഗം തടസ്സമല്ല. എന്നാൽ പാമ്പും കോണിയും കളിക്കുന്നത് പോലെ 100-ൽ എത്തും മുമ്പ് 98-ൽ പാമ്പ് വിഴുങ്ങുന്നത് പോലെ പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നതിന് മുൻപ് അത് നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിൽ മാനസിക വ്യതകൾ, തടസ്സങ്ങൾ, കഠിനാധ്വാനത്തിന് അനുസൃതമായി ഫലം ലഭിക്കാതിരിക്കുക എന്നിവ ഈ ദോഷത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. കാളസർപ്പയോഗം 12 വിധത്തിലുണ്ട്. 12 ഭാവങ്ങളിലായി 12 വിധത്തിൽ ഈ യോഗം ഉണ്ടാകുന്നു. ഇതിൽ ഓരോന്നിനും ഓരോ പേരുകൾ കൽപ്പിച്ചിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഓരോ യോഗവും നൽകുന്നത്. കാളസർപ്പയോഗമുള്ളവർക്ക് അവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ 12 ഭാവങ്ങളിൽ രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥാനം ഏത് ഭാവത്തിൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഏത് കാളസർപ്പയോഗമാണ് തങ്ങൾക്കെന്ന് തിരിച്ചറിയാനും അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യാനും സാധിക്കും. അതിനാൽ നമുക്ക് 12 കാളസർപ്പയോഗങ്ങളും ഒന്ന് നോക്കി വരാം. ലഗ്നത്തിൽ, അതായത് 1-ാം ഭാവത്തിൽ രാഹുവും 7-ാം ഭാവത്തിൽ കേതുവും നിൽക്കുകയും മറ്റ് ഗ്രഹങ്ങൾ അതിനുള്ളിലായി മാത്രം മറ്റ് എവിടെയെങ്കിലും നിൽക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഈ യോഗത്തിനെ അനന്ത കാളസർപ്പയോഗം എന്ന് പറയുന്നു. ജീവിതത്തിൽ സർവത്ര പരാജയം, വിവാഹ തടസ്സം, താമസിച്ച് വിവാഹം നടക്കുക, ദാമ്പത്യ സുഖമില്ലായ്മ എന്നിവയാണ് ഫലങ്ങൾ. എന്നാൽ ആത്മീയമായ അറിവ് നേടാനും ഉന്നതിയിലെത്താനും ഈ യോഗം സഹായിക്കുന്നു. അതായത് ഈ യോഗത്തിന് ഒരുപോലെ ഗുണവും ദോഷവുമുണ്ട്. ലഗ്നാൽ 2-ാം ഭാവത്തിൽ രാഹുവും 8-ൽ കേതുവും നിൽക്കുകയും അതിനുള്ളിൽ മാത്രം മറ്റ് ഗ്രഹങ്ങൾ വരികയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകുന്നു. ആരോഗ്യഹാനി, ഗുഹ്യരോഗങ്ങൾ, അപകടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, സ്വത്തുക്കളുടെ നഷ്ടം എന്നിവയാണ് ഈ യോഗഫലങ്ങൾ. 3-ാം ഭാവത്തിൽ രാഹുവും 9-ൽ കേതുവും അതിനുള്ളിലായി എവിടെയെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഭവിക്കുന്നു. ഔദ്യോഗിക രംഗത്ത് പരാജയം, സഹോദരങ്ങളെ കൊണ്ട് ദുഃഖം, ഇവരെ കൊണ്ട് സഹോദരങ്ങൾക്ക് പ്രയാസം ഇവയൊക്കെയാണ് ഈ യോഗത്തിന്റെ ഫലങ്ങൾ. അപവാദം പ്രചരിപ്പിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. ലഗ്നാൽ 4-ൽ രാഹുവും 10-ൽ കേതുവും അതിനുള്ളിലായി മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ യോഗം ഉണ്ടാകുന്നു. ഉത്കണ്ഠയും പ്രയാസവും നിറഞ്ഞതായിരിക്കും ഇവരുടെ കർമ്മരംഗം. കുടുംബ ദുരിതങ്ങളും ഉണ്ടാകും. സമ്മർദ്ദങ്ങളെയും ശത്രുക്കളെയും നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളരെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ഈ യോഗജാതരുടെ അനുഭവമാണ്. ലഗ്നം നിൽക്കുന്ന രാശിയുടെ 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുക, 11-ൽ ശിഖി എന്ന കേതു നിൽക്കുക, ഈ ഭാവങ്ങൾക്കിടയിലായി മറ്റ് 7 ഗ്രഹങ്ങളും നിൽക്കുന്നു. ഇങ്ങനെ വന്നാൽ ഈ യോഗം ഭവിക്കുന്നു. സന്താനങ്ങൾ ജനിക്കാതിരിക്കുകയോ അഥവാ സന്താനങ്ങൾ ഉണ്ടായാൽ അവരെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുക, ജീവിത നിയന്ത്രണം ഇല്ലാത്തവരാവുക, വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാവുക എന്നിവയൊക്കെയാണ് ഈ യോഗജാതർ അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങൾ. രാഹു 6-ലും കേതു 12-ലും നിൽക്കുകയും അതിനുള്ളിലായി മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകും. ജീവിതത്തിൽ മുഴുവനും ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടേണ്ടി വരും. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉന്നത അധികാര സ്ഥാനത്ത് എത്തിച്ചേരുക എന്നതാണ് ഈ യോഗത്തിന്റെ അനുഭവഫലം. ലഗ്നത്തിൽ 7-ാം ഭാവത്തിൽ രാഹുവും ലഗ്നത്തിൽ, അതായത് 1-ാം ഭാവത്തിൽ കേതുവും നിൽക്കുകയും അതിനുള്ളിലായി മറ്റ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകുന്നു. മദ്യം, ചൂതുകളി, സ്ത്രീ എന്നീ വിഷയങ്ങൾക്ക് അടിമയാവുകയും ഈ കാരണത്താൽ തന്നെ ഇവരുടെ ബലവും സ്വത്തും നശിച്ചു പോവുകയും ചെയ്യുക എന്നതാണ് ഈ യോഗം നൽകുന്ന ഫലം. ലഗ്നം നിൽക്കുന്ന രാശിയുടെ 8-ൽ രാഹുവും 2-ൽ കേതുവും അതിനുള്ളിലായി സപ്തഗ്രഹങ്ങളും വന്നാൽ കാർക്കോടക കാളസർപ്പയോഗം സംഭവിക്കുന്നു. ധാരാളം ശത്രുക്കൾ ഉണ്ടാവുക, സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുക, പൂർവിക സ്വത്തുക്കൾ ലഭിക്കാതിരിക്കുക ഇവയൊക്കെയാണ് യോഗഫലങ്ങൾ.
ലഗ്നാൽ 9 രാഹുവും 3 കേതുവും നിൽക്കുകയും ഇവയ്ക്കുള്ളിൽ മറ്റ് ഗ്രഹങ്ങൾ വരികയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകുന്നു. കള്ളം പറയുന്ന സ്വഭാവം, ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ മാറി മാറി വരിക, പെട്ടെന്ന് വികാരാധീനരാകുക എന്നിവയാണ് യോഗഫലങ്ങൾ. രാഹു 10-ലും കേതു 4-ലും നിൽക്കുകയും ഇതിനുള്ളിലായി മറ്റ് ഗ്രഹങ്ങൾ എല്ലാം നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകുന്നു. കോടതി നടപടികൾക്ക് വിധേയരാവുക, സർക്കാരിൽ നിന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയ ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാവുക ഈ യോഗത്തിന്റെ ഫലങ്ങളാണ്. രാഷ്ട്രീയ രംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും ഈ യോഗമുള്ളവർക്ക് കഴിയുന്നു. പ്രത്യേകിച്ചും ചിങ്ങം, കന്നി ഇവയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ലഗ്നമായി ജനിക്കുന്നവർക്ക് ഈ യോഗമുണ്ടായാൽ രാഷ്ട്രീയമായും ഭരണപരമായും വളരെ ഉയർന്ന പദവിയിൽ എത്തിച്ചേരും എന്നതാണ് അനുഭവഫലം. ലഗ്നത്തിൽ 11-ാം ഭാവത്തിൽ രാഹുവും 5-ാം ഭാവത്തിൽ കേതുവും അതിനിടയിലായി മറ്റ് ഗ്രഹങ്ങളും നിന്നാൽ ഈ യോഗം ഭവിക്കുന്നു. ജീവിതത്തിൽ തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരിക, ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാൻ ഇടവരാതിരിക്കുക, സന്താനങ്ങളിൽ നിന്നും പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നിവയാണ് ഇതിന്റെ ഫലങ്ങൾ. എന്നാൽ വാർദ്ധക്യകാലം ഈ യോഗമുള്ളവർ സമാധാനത്തോടെയും സ്വൈര്യതയോടെയും ജീവിക്കുന്നവരായിരിക്കും. ലഗ്നാൽ 12-ാം ഭാവത്തിൽ രാഹുവും 6-ാം ഭാവത്തിൽ കേതുവും അതിനുള്ളിലായി മറ്റ് ഗ്രഹങ്ങളും വരുന്നതിനെയാണ് ശേഷനാഗ കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ആരോഗ്യത്തിന് ഹാനിയുണ്ടാകുക, ശത്രുക്കൾ ഉണ്ടാവുക, വ്യവഹാര നടപടികൾക്ക് വിധേയനാവുക എന്നിവയാണ് യോഗഫലങ്ങൾ. ജാതകത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി നാഗാരാധന, സർപ്പസൂക്ത ജപം, തിലഹോമം, ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ പൂജകൾ എന്നിവയാണ് സാധാരണ പരിഹാര മാർഗങ്ങൾ. കാളസർപ്പദോഷ പരിഹാരമായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ കാളഹസ്തിയാണ്. അവിടെ രാഹു കേതു ആശീർവാദ പൂജ, രുദ്രാഭിഷേക പൂജ എന്നിവ ചെയ്യുന്നത് അതീവ ഫലദായകമാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പാശുപത മന്ത്രം ജപിച്ച് ക്ഷീരധാര വർഷം തോറും ചെയ്യുന്നതും ഉത്തമമാണ്. 5-മുഖ രുദ്രാക്ഷവും നവരത്നവും ധരിക്കുന്നത് പരിഹാര മാർഗമാണ്. 12 വയസ്സിന് മുൻപാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ദോഷപരിഹാരം ചെയ്താൽ മതിയാകും. അതിനുശേഷമാണെങ്കിൽ എല്ലാ വർഷവും പരിഹാരം നടത്തണം. എല്ലാ ഗ്രഹങ്ങളെയും പാമ്പ് വിഴുങ്ങിയതായിട്ടാണ് ജ്യോതിശാസ്ത്രം കാളസർപ്പദോഷത്തെ കാണുന്നത്.